കേരളത്തിൽ ആദ്യത്തെ മിയാവാക്കി വനം സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്ത് പുളിയറക്കോണം. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ കണ്ടൽ പച്ചത്തുരുത്ത് ആരംഭിച്ചത് എവിടെയാണ്? കോട്ടുകാൽ. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച ചെങ്ങറ ഭൂസമര നായകൻ ആരാണ്? ളാഹ ഗോപാലൻ. കാലിഫോർണിയയിൽ കാട്ടുതീ പടർന്ന് പിടിച്ചതിനെ തുടർന്ന് സുരക്ഷാ കവചം നൽകപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ മരം ഏതാണ്? ജനറൽ ഷെർമാൻ. എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങളിൽ കോവിഡ് കണ്ടെത്തിയത്? ഹൈദരാബാദ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സൂക്ഷ്മ ജലസേചന പദ്ധതി നിലവിൽ വന്ന കരടിപ്പാറ ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരള സർക്കാർ ആരംഭിച്ച ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ ഉൽപ്പന്നം ഏതാണ്? മരച്ചീനി. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് പാറയാക്കി മാറ്റുന്ന ഏറ്റവും വലിയ പ്ലാന്റ് സ്ഥാപിച്ച രാജ്യം? ഐസ്ലാൻഡ്. ജന്തുക്കൾക്കുള്ള ആദ്യത്തെ കൊറോണ വാക്സിൻ ഏതാണ്? കാർണിവാകോവ്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ മഴവെള്ളം സംഭരിച്ച് കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്നതിനായി ആരംഭിച്ച സംവിധാനം? ബന്ധധാര. ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതി? വനിത. പത്തായം എന്ന പേരിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നിലവിൽ വന്ന ജില്ല? കാസർഗോഡ്. ശുദ്ധജലത്തിൽ വസിക്കുന്ന ആമകൾക്ക് വേണ്ടിയുള്ള ആദ്യ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം? ബീഹാർ. വൃക്ഷങ്ങൾക്ക് ജീവനാംശം അനുവദിച്ച സംസ്ഥാനം? ഹരിയാന. കേരളത്തിൽ ഏത് നഗരത്തിൽ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള ഉദ്യമമായിരുന്നു ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ? കൊച്ചി. ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലെ പുത്തുമലയിൽ സർക്കാർ നടപ്പിലാക്കിയ പുനരധിവാസ പദ്ധതി ഏതാണ്? ഹർഷം. പൊതുസ്ഥാപനങ്ങളിൽ കൃത്രിമ ഭൂജല പരിപോഷണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണ്? കാട്ടാക്കട. ഇന്ത്യയിൽ മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ ആദ്യ മൃഗശാല എവിടെയാണ്? തിരുവനന്തപുരം. 2021 ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോഗ്രാഫിക് ഉദ്യാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ദിയോബാൻ. കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നമായ ആനക്കുട്ടി ഏതാണ്? മിലു. ആരുടെ സ്മരണാർത്ഥമാണ് തിരുവനന്തപുരത്ത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ ശലഭോദ്യാനം തുറന്നത്? സുഗതകുമാരി. നഗരപ്രദേശത്ത് കമ്മ്യൂണിറ്റി വനവിഭവ അവകാശങ്ങൾ അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഛത്തീസ്ഗഡ്. ഏത് രാജ്യത്താണ് ഗ്രേസ് കൊടുങ്കാറ്റ് 2021 ഓഗസ്റ്റിൽ നാശം വിതച്ചത്? മെക്സിക്കോ. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ഓർക്കിഡ് കൺസർവേഷൻ സെന്റർ 2021 ഓഗസ്റ്റിൽ നിലവിൽ വന്നത്? ചമോലി. 2020 ഡിസംബറിൽ ദേശീയോദ്യാന പദവി ലഭിച്ച ദ ഹിങ് പട്കായ് ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ആസാം. മിയാവാക്കി രീതി ഉപയോഗിച്ച് വനവൽക്കരണത്തിന് തുടക്കമിട്ട ഇന്ത്യൻ സംസ്ഥാനം? തെലുങ്കാന. ജൈവ വൈവിധ്യ പൈതൃക പദവി ലഭിച്ച തുടിയുരുളിപ്പാറ ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. വിദ്യാലയങ്ങളിൽ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതി? വിദ്യാവനം. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. 2020 മെയ് മാസത്തിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയത്? ഉത്തരാഖണ്ഡ്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കാവൽക്കിണർ. 2021 ജനുവരിയിൽ സ്പെയിനിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമായ കൊടുങ്കാറ്റ്? ഫിലോമിന. ഏത് സസ്യത്തിന്റെ ഇനങ്ങൾക്കാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെയും മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെയും ആദരസൂചനാർത്ഥം പേര് നൽകിയത്? കാശിത്തുമ്പ. കേരളത്തിലെ രണ്ടാമത്തെ പച്ചത്തുരുത്ത് ജില്ല? വയനാട്.
2021 ഓഗസ്റ്റിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിക്കപ്പെട്ട ചുരം ഉംലിംഗ്ല ചുരം. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഭിക്ഷ കേരളം. കുടുംബശ്രീ മിഷൻ കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ട കൃഷി സമ്പ്രദായം ഹരിതശ്രീ. ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ചത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം. കേരളത്തിൽ ആദ്യമായി ചക്കയുടെ പേരിൽ വന്ന ബ്രാൻഡ് തളിർ. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി മുറ്റത്തൊരു മീൻതോട്ടം. ചന്ദ്രന്റെ ഉപരിതലത്തിൽ പരുത്തി മുളപ്പിച്ച ആദ്യ രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM ഏതാണ്? ഗുരുഗ്രാം. ഗുരുഗ്രാമിലെ ആദ്യ ധാന്യ ATMന്റെ പേര് അന്നപൂർത്തി എന്നാണ്. അന്നപൂർണ കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? പ്രിയങ്ക മോഹിതെ. ഷിപ്പിംഗ് മേഖലയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കമ്പനി ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. മഴവെള്ള കൊയ്ത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദേശീയ ജലമിഷൻ ആരംഭിച്ച ദൗത്യം കാച്ച് ദ റെയിൽ. കേരളത്തിന്റെ ഔദ്യോഗിക തവള ഏതാണ്? മാവേലി തവള. പാതാള തവളയുടെ ശാസ്ത്രീയ നാമം നാസിക ബട്രാക്കസ് സഹ്യാദ്രൻസിസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ലേ. 2020 MV വക്കാഷിയോ എന്ന ജാപ്പനീസ് കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച കാരണം പരിസ്ഥിതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം മൗറീഷ്യസ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂർ. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കൊടുമൺ. കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി പഞ്ചായത്ത് ഏതാണ്? കരവാരം. 2021 നിലവിൽ വന്ന ഇന്ത്യയുടെ 51ാമത് ടൈഗർ റിസർവ് ഏതാണ്? ശ്രീവില്ലിപുത്തൂർ മേഘാമലി. 2021 ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണ് തകർന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഋഷിഗംഗ. നേപ്പാളും ചൈനയും സംയുക്തമായി പുനർനിർണയിച്ച പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ. 2020 ഡിസംബറിൽ ഓർഗാനിക് അഗ്രികൾച്ചറൽ ഏരിയ ആയി പ്രഖ്യാപിക്കപ്പെട്ട കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്.